അപ്പോൾ നെൽസൺ, കാസയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സഭകളിലും പ്രത്യേകിച്ച് ചില അച്ഛന്മാരൊക്കെ കാസയ്ക്ക് അനുകൂലമായി സംസാരിക്കാനൊക്കെ രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഈ ക്രൈസ്തവ നാമധാരികളായ ജനപ്രതിനിധികൾ പല അതായത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ആദ്യം പറയുകയും പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന രീതിയിലൊക്കെ എത്തിയത് നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. അതെ, എന്താണ് അവരോടൊക്കെയുള്ളൊരു നിലപാട്? എന്താണ്? ക്രൈസ്തവ നാമധാരികളായ നിരവധി MLA-മാരും മന്ത്രിമാരും ഉണ്ട്. പക്ഷെ ഇവരാരും ക്രൈസ്തവർക്ക് അനുകൂലമായ ഒരു സമീപനം എടുക്കുകയോ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് വേണ്ട പൊതുജനങ്ങൾ നേരിടുന്ന ശരിയായ ചില പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് സമ്മതിച്ചു തരികയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ആളുകളാണ്. ഒരു പ്രശ്നം ഉണ്ട് എന്ന് സമ്മതിച്ചാലേ നമുക്കത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാം. കോഴിക്കോടുണ്ടായ ഒരു സംഭവം അതെ അതെ കോഴിക്കോടുണ്ടായ ആ സംഭവം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകനായ ഷിജിൻ ജോത്സ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടി വിവാഹം കഴിച്ച ഒരു സംഭവമാണ്. ഈ പെൺകുട്ടി വിദേശത്തായിരുന്നു. നാട്ടിൽ വന്ന് 15 ദിവസത്തിനകത്ത് ഇവർ അഗാധ പ്രണയത്തിലാവുകയും വിവാഹത്തിലാവുകയും ചെയ്തു എന്നാണ്. അപ്പൊ അത് പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹം ഏകദേശം ഓക്കെ ആയിരുന്നു തോന്നുന്നു. അതെ അതെ വേറൊരു വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. ഷിജിനുമായിട്ട് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കും. അപ്പോ ഇത് ആ നാട്ടിൽ വളരെ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ മുൻ MLA ശ്രീ ജോർജ് എം തോമസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം വന്നതിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രതികരണം ജോർജ് എം തോമസിന്റെ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പ്രതിഭാസം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഇതാണ്: ലവ് ജിഹാദ് എന്ന പ്രതിഭാസം പാടേ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പാർട്ടി പഠിച്ചിട്ടുണ്ട്, ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലവ് ജിഹാദ് ഉണ്ട് എന്നാൽ കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഭാഗത്തില്ല എന്നും പറയുന്നു. ഇപ്പൊ ലവ് ജിഹാദ് ഉണ്ട് എന്നത് പാർട്ടി പഠനരേഖകളിൽ അവര് സമ്മതിച്ച കാര്യമാണ്. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ ഒരിടത്തും ഇവർ പബ്ലിക്കലി പറഞ്ഞിട്ടില്ല. കാരണം അത് വോട്ട് ബാങ്കിനെ അകറ്റും. തീർച്ചയായും അത് കാരണം അവർ പറയുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പബ്ലിക്കലി പറഞ്ഞ് അല്ലെങ്കിൽ അതുണ്ടെന്ന് സമ്മതിച്ചാൽ മാത്രമേ അത് അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് MLA പിന്നീട് മാറ്റി പറഞ്ഞു. പാർട്ടിയുടെയും മറ്റു സമ്മർദ്ദം കാരണം അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പൊ ഈ വളച്ചൊടിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞത് കണ്ടിട്ട് ഞാൻ വീണ്ടും പോയി രണ്ടാമതും ഒക്കെ കേട്ടു നോക്കി. ഇത് എന്തെങ്കിലും വളച്ചൊടിച്ചതാണ്. അതും ദൃശ്യമാധ്യമത്തിന് കൊടുത്ത ബൈറ്റാണ്, പത്രത്തിൽ അച്ചടിച്ച് വന്നതല്ല. വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ഇന്നലെയും ഞാൻ കണ്ടത്. അപ്പോ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗം കൂടെയാണ് ഇദ്ദേഹം, മുൻ MLA ആണ്, സമ്മതിച്ചു. ഇനി ഇവരാരും സമ്മതിച്ചില്ല എന്നിരിക്കട്ടെ, അങ്ങനെ ആരും സമ്മതിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്നാവുന്നില്ലല്ലോ. ഈ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന പലരും ഉണ്ട്. കറക്റ്റ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം ആലോചിച്ചാൽ മതി അല്ലേ? അത് ആലോചിക്കണം, അത് ഡീപ്ലി പഠിക്കുകയും വേണം. എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ അവിടെ എത്തി, ഇനി അത് തടയാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് നമ്മുടെ സർക്കാർ ഇടയ്ക്ക് എന്തോ ഡീറാഡിക്കലൈസേഷൻ, ബോധവൽക്കരണം, ഇങ്ങനെ കുറച്ച് പരിപാടി, അതിൻ്റെയൊക്കെ വിജയസാധ്യതയോ അല്ലെങ്കിൽ ഇപ്പം എന്തായി ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം, സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണെന്ന് സർക്കാർ സമ്മതിച്ചിരുമോ? ഇല്ല. പക്ഷെ അതാണ് വാസ്തവം. നമ്മുടെ നാട്ടില് സർക്കാർ സംവിധാനങ്ങളിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്ന് സർക്കാർ സമ്മതിക്കൂ? ഇല്ല. പക്ഷെ വാസ്തവം അതാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ലവ് ജിഹാദ് ലവ് ജിഹാദ് ഇല്ല എന്ന് വെറുതെ പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്? നമുക്കിടയിൽ ചില എക്സാമ്പിൾസ് എങ്കിലും. ഈ ലവ് ജിഹാദിന്റെ വേറൊരു പ്രശ്നം, ഇതിന് ഇരകളാവുന്നവർ പരസ്യമായിട്ട് വന്ന് പറയില്ല. കാരണം ആ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഭാവിയും മറ്റുമൊക്കെ ഓർത്തിട്ട്, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെ ഭാവിയൊക്കെ ഓർത്തിട്ട് ഇതാരും പിന്നെ ഭീഷണിയും ഉണ്ടാകാം.
ഇപ്പം ഇങ്ങനെ പല ഘടകങ്ങളുള്ളത് കാരണം ഇത് പുറത്ത് പറയുന്നില്ല. അത് കാരണം ലവ് ജിഹാദ് നേരിട്ട് നെൽസണിന് അത്തരത്തിലുള്ള അനുഭവം അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ ഒരു അംഗം അദ്ദേഹത്തിന്റെ മകളുടെ കേസ് ഞങ്ങൾ നേരിട്ട് ഇടപെട്ടതാണ്. അതും കോഴിക്കോട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കേസ് ഹൈക്കോർട്ട് വരെ പോയിട്ടുണ്ട്. അതിലെ പ്രതി കുറച്ചുനാൾ ജയിലിലും കിടന്നതാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയ വക്കീല് തന്നെ ഇദ്ദേഹത്തെ ചതിച്ച് ആ കേസ്, പക്ഷെ അതിപ്പോഴും വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് അറിയാവുന്ന നേരിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടിയെ മയക്കിയിട്ട് പീഡിപ്പിച്ചു, ആ ഒരു കേസാണ്. ആ കേസാണ് ഞാൻ പറയുന്നത്. ഇതെന്ന് പറയുന്നത് പരസ്യമായിട്ട് അവർ പറഞ്ഞ വീഡിയോയ്ക്ക് മുന്നിൽ വന്ന്, വാർത്താ ചാനലുകൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കേസാണ്. അല്ലാതെയുള്ള നിരവധി കേസുകൾ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്, ഇതിൽ ഇടപെടണം, സംസാരിക്കണം, കുട്ടിയെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത്തരം കേസുകളിൽ ഞങ്ങൾ ഇടപെടാറുണ്ട്. സക്സസ് റേറ്റ് പലപ്പോഴും ഒരു 50-50 കാരണം നമുക്ക് ഫസ്റ്റ് ഈ പെൺകുട്ടിയെ ഒന്ന് ബോധവൽക്കരിക്കണം. പിന്നെ നിയമപരമായിട്ട് 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ കുട്ടി പറയുന്ന ഇതിനനുസരിച്ചേ പോകത്തുള്ളൂ. കുട്ടി പല സമ്മർദ്ദങ്ങൾ, നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ അതിന് നമ്മുടെ സർക്കാരും ഒരു പരിധിവരെ കൂട്ടുനിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഉദാഹരണത്തിന് രജിസ്റ്റർ മാരേജുകൾ, പണ്ട് രജിസ്റ്റർ മാരേജിന് നോട്ടീസ് പതിക്കുമ്പോൾ അതിൽ ഫോട്ടോ വെക്കണമായിരുന്നു, ഓൺലൈൻ പബ്ലിഷ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ സ്വകാര്യതാ നിയമം എന്നൊരു ഇത് കൊണ്ടുവന്നിട്ട് ഓൺലൈൻ പബ്ലിഷിംഗ് നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോട്ടോ മാത്രമല്ല ഒബ്ജക്ഷൻ, ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അതിപ്പം ഏതാണ്ട് ഇല്ലാതായ ഒരു മട്ടാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നിയമപരമായി കൂട്ടുനിൽക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കാരണം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കാണ് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നതെങ്കിൽ നമുക്കത് ഉപയോഗിക്കാതിരിക്കാം. പക്ഷെ ആ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അതെ, ആ കോടതിയിലെത്തിയപ്പോൾ പോലും ആ വാക്കിൽ പിടിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അത്തരം ഒരു വാക്ക്, അതല്ലെങ്കിൽ അങ്ങനെയൊരു ഇതൊരു പദ്ധതി, സർക്കാർ പദ്ധതിയൊന്നല്ലല്ലോ, ഒരു പേരിട്ട് വിളിക്കാൻ വേണ്ടി. പക്ഷെ നടക്കുന്നത് ഇതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് അത് കുറച്ചുകൂടെ ഊർജിതമായിട്ട് കുറച്ച് ക്ഷമയോടുകൂടി ഈ ഇത് അന്വേഷിച്ചാലേ, അതിലേക്ക് ഇറങ്ങി നിന്ന് അന്വേഷിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഇരകളെ സംരക്ഷിക്കാനുള്ള അവർക്കൊരു ഉറപ്പും കൊടുക്കണം. അവര് മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അവരെയും കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള. കൃത്യമാണ്. പലപ്പോഴും ബിഷപ്പുമാരെ അവഹേളിക്കുന്നു. പാലായിലോ മറ്റോ ആണ്, കാഞ്ഞിരപ്പള്ളിയിലാണെന്ന് തോന്നുന്നു, ഒരു പള്ളിമുറ്റത്തേക്ക് കാറിടിച്ച് കയറ്റി ഒരു ആക്രമണം, പൂഞ്ഞാറിൽ. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു സഭകളും, അല്ലെങ്കിൽ സഭയെ പ്രതിനിധീകരിച്ച് ഉള്ള അത്തരത്തിലുള്ള ജനപ്രതിനിധികളും എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? ഒന്ന് ആക്രമണം നടത്തണം എന്നല്ല, പലപ്പോഴും പ്രതികരിക്കാൻ പോലും അശക്തരാണ്. അത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു മതേതരത്വമുണ്ട്. ഈ മതേതരത്വത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചാൽ അത് മതമൈത്രിക്ക് ഹാനികരമാകുമോ? പിന്നെ ഈ അടുത്ത് ഫാദർ ജോഷി മയ്യാറ്റിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ക്രൈസ്തവർ തങ്ങളുടെ ഭയം, പ്രതികരണശേഷിയില്ലായ്മ ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് തങ്ങളുടെ ക്രിസ്തു പഠിപ്പിച്ച ക്ഷമ, സഹനം, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. തങ്ങളുടെ ഭീരുത്വം മറച്ചു വയ്ക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ പ്രതികരണം നടത്താനുള്ള കുറേ ആളുകളുടെ ഭീരുത്വം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ആ ഒരു ഏരിയയിലേക്കാണ് കാസ വളരെ ശക്തമായിട്ട് കയറിപ്പോകുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരം ആളുകളെ നമ്മൾ എംപവർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഈ വൈദികരും സന്യസ്തരും അതുപോലെ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതികരണം അറിയിക്കാൻ ക്രൈസ്തവർ തയ്യാറാകേണ്ടതുണ്ട്. അത് ഉണ്ടാകാത്തതിന്റെ ഒരു പ്രധാന കാരണം ഒന്ന് ഈ ഭയം, രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ ഈ മതേതരത്വ മുഖം അഴിഞ്ഞു വീഴുമോ.
തങ്ങൾ വലിയ മതേതരനാണെന്ന് ഉള്ള വരുത്തി തീർക്കാൻ മുഖംമൂടി അഴിഞ്ഞു വീഴുവോ എന്നൊക്കെയുള്ള ഒരു ഭയമുണ്ട് ആളുകൾ. അത് കാരണമുള്ള ഒരു ഈ ജോസ് കെ മാണി അടക്കം ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ആണ് അല്ലേ എല്ലാവർക്കും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് വോട്ടാണല്ലോ പ്രധാനം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് കിട്ടേണ്ട വോട്ട് അപ്പാടെ പോയാലോ എന്നൊരു ഭയം ഇത്തരക്കാർക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവര് ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിൽ പൊതുവെ നിശബ്ദത പാലിക്കാറാണ് പതിവ്. അല്ല, ഈ പാലാ പോലത്തെ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ അത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ? ഭൂരിപക്ഷ സമുദായം ക്രൈസ്തവരായിരിക്കെ ഈ ഒരു സുഖിപ്പിക്കൽ രാഷ്ട്രീയ ആവശ്യമുണ്ടോ? ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാലാ മാത്രമല്ലല്ലോ, അവര് എനിക്ക് തോന്നുന്നു പുറത്തും ഒക്കെ 2 സീറ്റ് കിട്ടിയാൽ അവർക്ക് കുളിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം, ഒരു മന്ത്രിസ്ഥാനം, ഒരു MP സ്ഥാനം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിശബ്ദമായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു നേതാവ് PC ജോർജാണ്. PC ജോർജ് കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റുപോയി. അപ്പൊ അത് വലിയ വീമ്പായിട്ട് ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഞങ്ങൾ അടിച്ചൊതുക്കി ഒരു വശത്തിരുത്തും. അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് മുന്നിൽ വയ്ക്കുമ്പോൾ പൊതുവെ രാഷ്ട്രീയക്കാര് അത്തരത്തിൽ അവിടെ SDPI ആണ് പറഞ്ഞത് PC ജോർജിനെ തോൽപ്പിച്ച് ഞങ്ങളാണ്. അങ്ങനെ തോൽപ്പിക്കാനുള്ളൊരു വോട്ട് ബാങ്കൊക്കെ SDPIക്ക് ഈ പൂഞ്ഞാർ മേഖലയിലുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട്. അവിടെ ആര് ജയിക്കണം തോൽക്കണം എന്ന് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ കരുത്തും അവരവിടെ പ്രാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മറ്റ് ഏരിയയിലും അവർ വളരെ ശക്തിയായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അത് കാരണമാണ് അവിടെ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് പോലീസ് കമ്മീഷണർ കൊടുത്തത് ഓർക്കുന്നുണ്ടാവും. അതവിടെ അവിടെ പ്രത്യേക നിരീക്ഷണ സംവിധാനം വേണമെന്ന് എന്തോ പറഞ്ഞിട്ടായിരുന്നു. ഇനി ഡയറക്റ്റ് ഒരു ചോദ്യം. വലിയൊരു ആരോപണം നേരിടുന്നു കാസ. അതായത് കാസയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ട് ചെയ്യുന്നത് BJP ആണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. സംഘപരിവാറുമായി കാസയ്ക്ക് എന്താണ് ബന്ധം? ഫണ്ട് 2 ചോദ്യമാണ്. ഒന്ന്, ഫണ്ട് BJP തരുന്നു എന്നുള്ളത്. ഞങ്ങളുടെ ഫണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തകരുടെ പോക്കറ്റാണ്. നമുക്ക് കൃത്യമായി പറഞ്ഞാൽ മാസം ഞങ്ങൾ അംഗങ്ങളുടെ നിന്നൊരു തുക വാങ്ങിക്കുന്നുണ്ട്, മെമ്പർഷിപ്പ് ഫീ. അത് തരാൻ സാധിക്കും. എത്ര മെമ്പർമാരുണ്ട് ഇപ്പം സ്റ്റേറ്റ് വൈഡ്? മെമ്പേഴ്സിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു പ്രധാന വരുമാനം. മറ്റൊന്ന്, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വീണ്ടും ഞങ്ങൾ മെമ്പേഴ്സിനെ തന്നെയാണ് സമീപിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏക ഒരു വരുമാന മാർഗം. നമുക്ക് വേറെ പുറത്തു നിന്നുള്ള ഫണ്ടിങ് ഇല്ല. ഒരു പാർട്ടിയും ഞങ്ങൾക്ക് തരുന്നു, BJP എന്നല്ല, വേറെ ഒരു പാർട്ടിയും നമുക്ക് ഫണ്ട് തരുന്നില്ല. ഈ BJP ബന്ധം പിന്നീട് ഇങ്ങനെ ആരോപിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. നാട്ടിൽ നടക്കുന്ന നാട്ടുനടപ്പിനെതിരെ, ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നവരെ, ശബ്ദമുയർത്തുന്നവരെ അടിച്ച് വായടപ്പിക്കാൻ ഉള്ള എളുപ്പമാർഗം ഇവൻ സംഖ്യയാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറെ പേര് അങ്ങ് ഒതുങ്ങും. പക്ഷെ ഞങ്ങളതങ്ങ് സ്വീകരിച്ചു. ഞങ്ങളെ ക്രിസംഗി എന്ന് വിളിച്ചു. നമ്മൾ ശരിയാ, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സംഘത്തിൽപ്പെട്ടവരാണ് എന്ന് അതാണ് ശരി. അപ്പോ ഞങ്ങളെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളറടിച്ചു തരിക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. സംഖ്യ എന്ന് വിളിച്ചാൽ വായടയ്ക്കുമല്ലോ എന്നുള്ളതായിരിക്കാം. പിന്നെ സംഘപരിവാറുമായിട്ടുള്ള അവരുടെ കൺട്രോളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ പലപ്പോഴായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇതിനൊക്കെ പലതവണ നമ്മൾ മറുപടി പറഞ്ഞാണ്. പക്ഷേ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. സംഘപരിവാറിന് ഞങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഞങ്ങൾ അവരോട് ഒരു കാര്യത്തിനും പോവാറില്ല. പക്ഷേ സഹകരിച്ച് പ്രവർത്തിക്കേണ്ട എല്ലാ മേഖലകളിലും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ BJPയുടെ നേതാക്കളുമായിട്ട് ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു പരിപാടി വരുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. അതുപോലെ അവരുടെ പരിപാടി വരുമ്പോൾ അവർ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്. ഒരുമിച്ച് പങ്കെടുക്കേണ്ട പരിപാടികൾ, ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാറുണ്ട്. അതിനപ്പുറം മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല.
ഈ മുനമ്പം വിഷയത്തിലടക്കം ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാസ അടുത്ത ദിവസം അവിടേക്ക് എന്തോ പ്രതിഷേധ ജാതിയോ അവിടെ ഒരു അത് മനുഷ്യച്ചങ്ങല അവിടുത്തെ സംഘടിപ്പിക്കുന്നുണ്ട് താൻ. ഇത് നമുക്കറിയാം, വഖഫാണ് ഇതിലൊരു വില്ലൻ. വഖഫിന്റെ നിയമം, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ആണ് ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുന്നത്. അതിനെതിരെ കേന്ദ്രം നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. ആ നിയമനിർമ്മാണത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഇടത് മുന്നണി വലതു മുന്നണി അവരുടെ ഒരു ഇരട്ടത്താപ്പ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കാസയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഒരു ക്ലാരിറ്റി വരുത്താൻ, അവിടെ ജാനുവരി 5-ാം തീയതി നടക്കുന്ന മനുഷ്യച്ചങ്ങല അവിടുത്തെ രൂപത അവിടുത്തെ വിശ്വാസികൾ നടത്തുന്നതാണ്. ഞങ്ങൾ എല്ലാ തരത്തിലും സഹകരിക്കും, ഞങ്ങൾ പങ്കെടുക്കും. കാസ മുനമ്പത്തെ സമരത്തിലെ തുടക്കം മുതൽ മുനമ്പത്തെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് തന്നെ ഞങ്ങളാണ്. സമരത്തിൽ ത്രൂ ഔട്ട് ഞങ്ങളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ, അതായത് പെർമനന്റ് സൊല്യൂഷൻ, അവിടുത്തെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. ഇനി ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങളുടെ രാഷ്ട്രീയ നിലപാട് നമ്മൾ കാണുന്നത് 2022 നിയമസഭയിൽ മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് ഈ വിഷയം ഉയർത്തുന്നത്. അദ്ദേഹം അന്ന് അവിടെ ഒരു സബ്മിഷനിൽ പറഞ്ഞത് അവിടെ കയ്യേറ്റക്കാരെന്നാണ്, മുനമ്പം നിവാസികളെ കയ്യേറ്റക്കാരെന്ന് വിശേഷിപ്പിച്ചു. അതിന് അന്നത്തെ വഖഫ് മന്ത്രി V. അബ്ദുറഹ്മാൻ മറുപടി കൊടുത്തത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, അവിടെ നിന്ന് ഒഴിപ്പിക്കും എന്നായിരുന്നു മറുപടി കൊടുത്തത്. ഇനി 2024 ഒക്കെ ആയപ്പോഴാണ് ഈ വിഷയം ചൂടുപിടിക്കുന്നത്, സമരം ആരംഭിക്കുന്നത്, റിലേ നിരാഹാര സമരം ആരംഭിക്കും. പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പ്, പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിലായിരുന്നു. അതെ, കൂടുതൽ സജീവമായിരുന്നു. അപ്പോ 2024 ഒക്ടോബറിലാണ് VD സതീശൻ പ്രഖ്യാപിക്കുന്നത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന്. പക്ഷേ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ്, വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് തിരുത്തി. മുസ്ലിം ലീഗ് പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ UDF-നകത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റ്, പ്രതിപക്ഷ നേതാവിനെ പാടി തള്ളിക്കളഞ്ഞു അവർ.